നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയുടെ കോവിഡ് വാക്സിൻ പരീക്ഷണത്തിന്റെ മൂന്നാം ഘട്ടം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഷാർജയിൽ പുതിയ കേന്ദ്രം തുറക്കുന്നു. ഇതോടെ യുഎഇയിലെ മുഴുവൻ ആളുകൾക്കും പരീക്ഷണത്തിന്റെ ഭാഗമാകുവാൻ സാധിക്കും. എന്നാൽ അബുദാബിയിൽ ഇതിനോടകം സജീവമായ വാക്സിൻ പരീക്ഷണം നടന്നു വരികയാണ്. നാഷണൽ എക്സിബിഷൻ സെന്ററിൽ പ്രത്യേക സൗകര്യമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. www.forhumanity.ae എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ നടത്തിയും നേരിട്ട് നാഷണൽ എക്സിബിഷൻ സെന്ററിൽ എത്തിയും വാക്സിൻ പരീക്ഷണത്തിന്റെ ഭാഗമാകാം. എന്നാൽ യാത്രാ നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ മറ്റ് എമിറേറ്റുകളിലുള്ളവർക്ക് എളുപ്പത്തിൽ അബുദാബിയിലെത്തി വാക്സിൻ പരീക്ഷണത്തിന്റെ ഭാഗമാകുവാൻ ഇതുവരെ അവസരമുണ്ടായിരുന്നില്ല. ഇതിനായി ഷാർജയിൽ പുതിയ കേന്ദ്രം ആരംഭിക്കുന്നതോടെ സന്നദ്ധരായ കൂടുതൽ പേർക്ക് പരീക്ഷണത്തിന്റെ ഭാഗമാകാം. ഷാർജ അൽഖരൈൻ ഹെൽത്ത് സെന്ററിലാണ് കോവിഡ് വാക്സിൻ പരീക്ഷണത്തിന് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അബുദാബി ആരോഗ്യ വകുപ്പ്, ആരോഗ്യ സേവന കമ്പനിയായ സേഹ, G42 ഹെൽത്ത് കെയർ എന്നിവയുമായി സഹകരിച്ചാണ് വാക്സിൻ പരീക്ഷണം നടത്തുക. ദുബായ് അടക്കമുള്ള എല്ലാ എമിറേറ്റുകളിലും നിന്നുള്ളവർക്ക് ഷാർജ അൽഖരൈൻ ഹെൽത്ത് സെന്ററിൽ പരിശോധനയ്ക്കും പരീക്ഷണത്തിനുമുള്ള സൗകര്യമുണ്ട്. പ്രതിദിനം 500 പേർക്ക് വരെ രജിസ്ട്രേഷൻ നടത്തി പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കുവാൻ സാധിക്കും. ഈ ഉദ്യമത്തിൽ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ടോ വെബ്സൈറ്റ് വഴിയോ അപേക്ഷ സമർപ്പിക്കാം. 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പരീക്ഷണത്തിന്റെ ഭാഗമാകുവാൻ കഴിയുന്നത്. മാരക രോഗമുള്ളവർക്കും നേരത്തെ കോവിഡ് ബാധിച്ചിരുന്നവർക്കും വാക്സിൻ പരീക്ഷണത്തിന്റെ ഭാഗമാകുവാൻ സാധിക്കില്ല. 21 ദിവസത്തെ ഇടവേളയിൽ 2 ഡോസ് ഇനാക്ടിവേറ്റഡ് വാക്സിനാണ് കുത്തിവെക്കുക. തുടർന്ന് ഇവരിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ആരോഗ്യവകുപ്പ് സൂക്ഷ്മ വിശകലനം ചെയ്യുകയും ചെയ്യും. എല്ലാ മാസവും പരിശോധന അടക്കം 1 വർഷക്കാലം ഇവർ ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അന്താരാഷ്ട്ര പങ്കാളിയുമായി ചേർന്ന് കോവിഡിനെതിരെ ശക്തവും സുരക്ഷിതവുമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കൈക്കൊള്ളുന്നതെന്ന് യുഎഇ ആരോഗ്യമന്ത്രി അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് അൽ ഒവൈസ് പറയുന്നു. അതിന്റെ ഭാഗമായാണ് ചൈനീസ് കമ്പനിയുമായി ചേർന്ന് അബുദാബി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന G42 ഹെൽത്ത് കെയർ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ പരീക്ഷണം നടത്തുന്നത്. ആദ്യ 2 ഘട്ട പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് കൂടുതൽ പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മൂന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ അധിവസിക്കുന്ന സ്ഥലമായതിനാൽ യുഎഇയിലെ വാക്സിൻ പരീക്ഷണത്തിന് കൂടുതൽ സ്വീകാര്യത കൈവരും. പല ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ളവരിൽ വാക്സിൻ ഏതെല്ലാം വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് വിശകലനം ചെയ്യാൻ പ്രതിവിധികളും കണ്ടെത്താൻ ഇത് സഹായിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.